വെച്ചിട്ട് ബാക്കി പറയാം. പോലീസായിരുന്നു. സ്റ്റോപ്പ്. നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. പേര് ചോദിച്ചില്ല, അതവിടെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താടാ? ഉൽപ്പൽ. എന്തേ? തുപ്പല? തുപ്പലല്ല സാർ, ഉൽപ്പൽ. ഉൽപ്പലാക്ഷൻ. നിന്നോട് ചോദിച്ചാ? ഇല്ലേ. പുനവും പേരും പറടാ. ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ടേയൻ. പേര് ചോദിച്ചപ്പോ തെറി പറയുന്നു. തെറിയല്ല സാർ, എന്റെ പേരാണ്, അച്ഛനിട്ടതാ. അച്ഛന്റെ പേരെന്താണാവോ? മാധവൻ. ഓഹോ, രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല സാർ. സെൻട്രൽ ജയിലിൽ കിടന്നുണ്ടോ? അതെവിടെയാണ് സാർ? അപ്പൊ നിങ്ങളായിരിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ? എന്താ സാർ പ്രശ്നം? പിടിച്ചുപറി കേസിൽ പിടികിട്ട പുള്ളിയ. പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി. ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവിടെ അറിയാമെന്ന്. എനിക്കറിയില്ല. തന്റെ മുഖം ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാ? കള്ളാ. ഓരെവിടെ വെച്ച കണ്ടത്? മാമനോട് പറ. എപ്പ കണ്ട്? ഇപ്പോ ഈ ഫോട്ടോയില്. അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, ഫോട്ടോ കാണിച്ചപ്പോ കണ്ടു എന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടുണ്ട് സാർ. എപ്പോ എപ്പോ പറ. ഈ ഫോട്ടോയില്. എടാ കഴിവരുടെ മന, നീ ആളെ കളിയാക്ക. ഈ ഫോട്ടോയിൽ കാണുന്ന പീസിനെ അറിയുമോ? സോറി, ഇത് സൂക്ഷിച്ചു നോക്കിയേ, ഭയപ്പെടണ്ട. ഇല്ല. എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ തമ്മിൽ. ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത്. എന്താ മോളുടെ പേര്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ശാലിനി. ശാലിനിയാ? പേരും അത് തന്നെ. എന്തൊരു സാമ്യം ഇത്. ഏതായാലും മോളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം അല്ല, ഈ ഹെയർ സ്റ്റൈലെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? പോലീസുകാർ അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇവിടത്തെ കുട്ടിയായിരിക്കും അല്ലേ? കണ്ടാ തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ സർ. പിന്നെ ഇത് മോളല്ല. ഈ ഫോട്ടോ കണ്ട കുട്ടിയെ കണ്ടോന്ന് പറഞ്ഞേക്കണേ. താങ്ക് യു സർ. ജീപ്പ് ഇവിടെ പോയി, അത് കാണുന്നില്ല. ഏതാ ഈ അവതാരം? ഇത് അമേരിക്കന്ന് വന്ന ഒബാമേ? ജയരാമ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. അനിയന്മാരെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ട് നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ. ഭാര്യയാണെങ്കിൽ ഒരു ദയവും ഇല്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു. രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോണം. ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും. ഒന്ന് സഹായിക്കണം. അതെ. ഓ ഈശ്വര, അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാല് പിടിക്കണമായിരുന്നു. ഒരു ഐഡിയ, നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ. ആരുടെ ഏർപ്പാട്? ആഹാ, മിടുക്കൻ. അപ്പൊ ഒറിജിനല് ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. എടേ, അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരും ഇല്ലേടേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി. അതിരിക്കട്ടെ, ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയാർ മണിയപ്പൻ. അത് ശരി, വാളയാർ മണിയപ്പനാ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. അവന്റെ അടി കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. നീ എവിടെ പോന്ന്? എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയെ കാണാൻ കൊതിയാവണം. ഒന്നുകളെയും സകല തരികിടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്തം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനാ എന്റെ വിധി.
നിനക്ക് തലയില്ലേ? ആ ഉണ്ടാ. Yes! Yay! ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ആ ദാണ്ട ഇത് തന്നെ. ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. ഓ എടാ, അതിന് അവക്കെന്തിനാ സന്തോഷം? നിനക്കല്ലേ? അത് തന്നെ. വായിക്ക്. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. ദാ. എടാ കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരോ? കറക്റ്റ്. എടാ, കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ ശരിയാ. ഇപ്പൊ നിനക്കെന്ത് തോന്നുന്നു? ഒരു പെൺകുട്ടി നടന്നു പോയത് പോലെ തോന്നുന്നു. ഡാ. എന്ത് പെണ്ണല്ലേ അവള്? എന്നാ നീ നോക്ക്, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നണ? ഇന്ദു, ഇന്ദു, ഇതെവിടെ പോയി? ഇന്ദു, നീ അറിഞ്ഞില്ലേ? ഇന്ന് കോടതിയിൽ ഹാജരാക്കാം വിജയനെ. നിന്നെ നശിപ്പിച്ച ആ ചെകുത്താൻ നിയമത്തിന് മുന്നിൽ കൈയും കെട്ടി തലയും കുരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണണ്ടേ? ഞാൻ വരുന്നില്ല. നീയും വരണം. വേഗം റെഡിയാവടോ. ഇന്ദു, എന്താ ഇത്? വിജയൻ സാറിന്റെ ഫ്രണ്ട്സാ, ആഘോഷിക്കാൻ വന്നതാ. അച്ഛൻ ഏതോ ബാറിൽ മയങ്ങിയിരിപ്പുണ്ടാവും. അമ്മ ഷോപ്പിങ്ങിന് പോയിരിക്കുക. നീ പൊയ്ക്കോ, എനിക്കാരും കാണണ്ട. ഇന്ദു, യാതൊരു പരാതിയില്ല. കണ്ടതിൽ സന്തോഷം. പൊയ്ക്കോ, പോകാനല്ലേ ഹേയ്, പറഞ്ഞത്? പോവാൻ വരട്ടെ. ശാലിനി വിജയേട്ടനെതിരെ മൊഴി കൊടുത്ത ഏക സാക്ഷി. നിന്നെ ഞങ്ങൾ ഈ ഉലകം മൊത്തം അന്വേഷിച്ചല്ലേ, എവിടെ ആയിരുന്നു? എന്തായാലും മോള് ഞങ്ങളെ തേടി ഇങ്ങ് എത്തിയല്ലോ. മോശമായില്ല ഇന്നത്തെ ദിവസം. പേടിക്കണ്ടടോ, ആ മൊഴി അങ്ങ് മാറ്റി പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? വിജയേട്ടനും രക്ഷപ്പെടും, നിനക്ക് പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. ദേ, ഈ കേസിലെ വാദി നിൽക്കുന്നുണ്ടല്ലേ, ഒരു പൂച്ചക്കുട്ടിയെ പോലെ. പിന്നെ വേറൊരു സാക്ഷിക്കത്തിന് എത്രയും വലിയ കൊമ്പ്. അപ്പോഴേക്കും കൂട്ടാളികളുമായിട്ട് തെറ്റിയോ? ഇങ്ങ് വിട്ടു തന്നേരെ. ഏയ്, നിങ്ങളുടെ ശത്രു അല്ല ഞാൻ. മിത്രമാണെന്ന് തെറ്റിദ്ധരിക്കേ അരുത്. എനിക്ക് ഇവളെ കൊണ്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. കേരള വണ്ടിയിലെ ഇങ്ങോട്ട് ഓടി. വാടിയവിടെ.
രാവിലെ പിന്നാലെ ഇറങ്ങുമ്പോ ഒരു പെരുങ്കള്ളിയെ കൈയോടെ പിടികൂടാമെന്നായിരുന്നു മനസ്സിൽ. ഏതാ കുട്ടി? ഇന്ദുമതി. എന്റെ കൂടെ കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാ. ഒരു ദിവസം എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കോൾ സെന്ററിന്റെ പാർട്ട്ണറായ വിജയൻ അവളെ കാറി കയറ്റിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദുവിനെയാ ഞാൻ കണ്ടത്. അവളെ വിളിച്ചുകൊണ്ട് പോയതിന് ഞാൻ മാത്രമായിരുന്നു സാക്ഷി. പോലീസിനോട് ഞാനത് പറയുകയും ചെയ്തു. ഇന്ദുമതി എന്നൊരു പെൺകുട്ടി അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു പിന്നെ അവരുടെ ശ്രമം. അവളുടെ കൈയക്ഷരമുള്ള പേപ്പേഴ്സും ബില്ലൊക്കെ എടുത്തു മാറ്റാൻ വന്നപ്പോ ഞാൻ എതിർത്തു. ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിച്ചപ്പോ അതുമായിട്ട് ഞാൻ ഇറങ്ങി ഓടി. ആ ഡോക്യുമെന്റ്സാ അന്ന് റോഡിൽ വെച്ച് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത്. ഓഫീസിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് പറഞ്ഞ് എനിക്കെതിരെ അവര് കള്ളക്കേസ് കൊടുത്തു. ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിന് ചുറ്റും അവർ ഗുണ്ടകളെ കാവൽ നിർത്തി. ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന എന്നെ അവര് പിടികൂടുന്ന ഉറപ്പായപ്പോഴാ ഒരു പിടിവള്ളി പോലെ ഉപ്പൽ എന്റെ മുമ്പിൽ വന്ന് പെട്ടത്. തൽക്കാലത്തേക്ക് ഒരു ഒളിത്താവളം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. പുറത്തിറങ്ങിയ ഗുണ്ടകളും പോലീസും. സുഖമില്ലാത്ത അച്ഛനെ വിഷമിപ്പിച്ച് വീട്ടിൽ പോവാനും എനിക്ക് വയ്യ. നിങ്ങൾ പോയിക്കോ. രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്ത് രക്ഷ? എല്ലായ്പ്പോഴും ഒരു രക്ഷകൻ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. നിൽക്കൂ. ശാലുവിനെ സ്വന്തം മകളായി കരുതിപ്പോയ ഒരു പാവം മനുഷ്യനുണ്ട് അവിടെ. ഇനി വയ്യ. അവിടുത്തെ നാടകങ്ങളെയും അടുത്തു എനിക്ക്. ഞാനില്ല അങ്ങോട്ട്. അങ്ങനെ പറയരുത്. ശാലുവിന്റെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി. ഇന്ന് അതേ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശാലു ഇവിടെ ഉണ്ടായേ പറ്റൂ.